Yo, check it out, check it out. Get up, now let's get it out. Show my jacket, nacho. Yo, check it out, check it out. Get up, now let's get it out. Show my jacket, nacho. Let's go. Yeah. ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിന് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ട് ശേഷം ഏകദേശം എല്ലാ ബർത്ത്ഡേസും നമ്മൾ ആഘോഷിക്കാറുണ്ട് ഫ്രണ്ട്സായതിനു ശേഷം. അപ്പോൾ അങ്ങനെ ആഘോഷിച്ച് അവസാനം ഏകദേശം എല്ലാവർക്കും മനസ്സിലാവാൻ തുടങ്ങി. ഇങ്ങനെ തലേന്ന് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ വിളിച്ചത് നീ എവിടെയുള്ളത് അങ്ങനെ ചോദിച്ചാൽ തന്നെ ഓക്കെ ഇവർ ബർത്ത്ഡേ അതിന് വരുന്നതാണെന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലാവാൻ തുടങ്ങി. അപ്പോൾ ഇനി ഇങ്ങനെ ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കുമ്പം കുറച്ചുകൂടി ടാസ്ക്കാണ്, കാരണം വേഗം തിരിയും. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട് കാനായി. അപ്പോൾ അവിടത്തേക്ക് വീഡിയോ എടുക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് വരാൻ പറയും. അപ്പോൾ ഒക്കെ സ്വാഭാവികമായിട്ട് തിരിയും കാനായിൽ ബർത്ത്ഡേ സർപ്രൈസ് ഒരുക്കുന്നുണ്ട് എന്ന്. പക്ഷെ നമ്മൾ അവിടെയാണ് ട്വിസ്റ്റ്. ഞാൻ ഇവിടെ എൻ്റെ രണ്ടാമത്തൊരു ഫ്രണ്ട് വരാൻ വേണ്ടി നമ്മളിവിടെ ഇങ്ങനെ കാത്തു നിൽക്കുക കുറേ നേരം. ഞാനും എൻ്റെ ആ ബർത്ത്ഡേ ഉള്ള ഫ്രണ്ടും ഇങ്ങനെ കുറേ നേരം കാത്തു നിൽക്കും. ആ സമയത്ത് ഇവൾ വരുന്നേ കാണുന്നില്ല. അങ്ങനെ അവസാനം നമ്മൾ ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അവളെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ പോകുമ്പോൾ വീട്ടിലാണ് നമ്മൾ സർപ്രൈസ് ആക്കാൻ പോകുന്നത്. പക്ഷെ ഇതിന് മുന്നേ വേറെ എന്തെല്ലോ പ്ലാൻ ഉണ്ടായിനി, പക്ഷേ അതൊക്കെ ചീറ്റിപ്പോയി ഗൈസ്. ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഫ്രണ്ടില്ലേ, അവൾ സ്നാപ്പിട്ട് ഇവക്ക് ബർത്ത്ഡേ ആണ് അതിന് ഇതാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യത്തെ പ്ലാൻ തന്നെ ഫ്ലോപ്പായി. അപ്പോൾ ഈ പ്ലാൻ ഫ്ലോപ്പ് ആവാതിരിക്കാൻ നമ്മൾ ഭയങ്കരമായിട്ട് നോക്കും. അപ്പം ഞാനിപ്പം പോകുന്നത് എൻ്റെ ആ ഒരു രണ്ടാമത്തെ പറഞ്ഞ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. എല്ലാവരും നോക്കുന്നു. അത് ഞാനൊരു ബിഗിനർ ആയതുകൊണ്ടുള്ളൊരു ചമ്മലാണ് ഗൈസ്. പിന്നെ നമുക്ക് മൈക്കില്ലല്ലോ, മൈക്കില്ല. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ ചിലപ്പം വീട്ടിൽ പോയിട്ട് വീണ്ടും വോയിസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവരൊക്കെ ഉണ്ട് ഗൈസ്. വീഡിയോ ഉണ്ടാടി ഓടി ഒരാളും കൂടി എടുത്തു. ദൈവളാണ് നമ്മുടെ പ്ലാൻ ഫ്ലോപ്പാക്കിയ ആള്, സ്നാപ്പ് അയച്ചത്. ഒരാളും ഹലോ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ സാധനങ്ങൾ. ആദ്യം ഞാൻ വരുമ്പോ ക്യാമറയിൽ വരൂല, ഇപ്പൊ എല്ലാരും മതം പിടിച്ച യാനെ പോലെ കേക്ക് വാങ്ങാൻ പോവാണ്. ഇവിടെയുള്ള അടുത്തുള്ളൊരു വീട്ടിലാണ് നമ്മൾ കേക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വാങ്ങാൻ പോകണം. പൈസ ഉണ്ട് 300 ഗൈസ്. കേക്ക് കിട്ടി ഗൈസ്, കേക്ക് കിട്ടി. ഞാൻ അവിടുന്ന് തുറന്ന് കാണിച്ചു തരാം. ബൈ.
ഇന്നത്തെ വ്ളോഗിൻ്റെ ഏറ്റവും നിർണായക ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ബർത്ത്ഡേ ഗേളിനെ വിളിക്കാൻ പോവാണ്. പ്രശ്നം എന്ന് വെച്ചാൽ അവൾ വരുന്നില്ല. ഞാനിനിപ്പോൾ അവൾ വീട്ടിൽ പോയി വിളിക്കേണ്ടി വരും. അവളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം അവൾ പറഞ്ഞു വരുന്നില്ല. അതെന്താ സംഭവം അറിയില്ല. മിക്കവാറും ഞാൻ അങ്ങോട്ട് പോയാൽ നാട്ടി തുപ്പി ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു ധൈര്യത്തിന് വൈകേനെയും കൂടി കൊണ്ടുപോകുന്നുണ്ട് ഗൈസ്, ഒരു ധൈര്യത്തിന്. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ നിന്ന് വീഡിയോ എടുക്കില്ല. അവൾക്ക് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ കാനായി പോകുന്ന പറഞ്ഞിട്ട് വീഡിയോ എടുക്കും. ഓക്കെ ഓക്കെ ഗൈസ്. എവിടെയാണ് ഗൈസ്? ഈശ്വര, ആ ചെരുപ്പെല്ലാം എടുത്തേറി എന്തോ നായിനടക്കി നീ അവളെന്ത് സാധനത്. നല്ല മുഖമാണ്, പക്ഷെ മനസ്സിൽ ചീത്ത വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് കാനായിയാണ് പോകുന്നത്. കാനായി നമ്മളൊരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ കൊളാബ് കിട്ടിയ ഡ്രസ്സാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഷൂട്ട് ചെയ്യാൻ പോകുന്നു ഗൈസ്. അപ്പോൾ നമുക്കിനി ആടെ നിന്ന് കാണാം. ആരെങ്കിലും പോയി തോർക്കാൻ മടിക്കും. போல எங்கேயும் எப்போதும் உன் தாகம் தீர்ப்பேனே. ப்ளூட்டோவில் மாற்றம் போல என்னோட நெஞ்சுக்குள்ள யாருக்கும் தெரியாமல் ஒளிஞ்சிருக்க நீதானே. ராரா 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 ரங்கம் நோக்கி ராரா இன்பமான இம்சம் பொண்ணு ராத்திரி வீரா. பாடி 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 இன்னிசையில்லா கேடி பக்கசாரி சொர்க்கத்தனி பாரடி. கண்ண நான் கண்ணனுக்கு அண்ணன் அடலிலைகளின் மண்ண அந்த மன்மதனின் மாமன் தான். ഗൈസ്, ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ അറിയാതെ എടുത്ത കുറച്ച് വീഡിയോസാണ്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി മെല്ലെ വീട്ടിലേക്ക് ഇറങ്ങാൻ പോവാണ്. കാലങ്ങൾക്ക് മുന്നേ കൊടുത്ത എൻ്റെ കുപ്പായും കിട്ടി. ഓക്കെ ഗായ്സ്, ഇത് രാത്രി അവളുടെ വീട്ടിൽ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയ വീഡിയോസാണിത്. പിന്നെ അവളുടെ ആൻറ്റി ആയിട്ടും നമ്മൾ ഇൻസ്റ്റയിൽ ഇതുപോലത്തെ റീൽസൊക്കെ കാണാറില്ലേ, ലവർ കൊണ്ടുത്തന്ന ഗിഫ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരുന്നത്, അതുപോലെയുള്ളൊരു പരിപാടി ആക്കിയിട്ടുണ്ടായിരുന്നു. കോഴി സാമ്പാർ അപ്പോൾ അനഘേൻ്റെ ബർത്ത്ഡേ സംഭവങ്ങളെല്ലാം ഇന്നത്തോടെ കഴിഞ്ഞ്. ശരിക്കും നമ്മൾ എന്താണ് ഗിഫ്റ്റും ആ പരിപാടി ആക്കിയത് ഇന്നലെയാണ്, ബർത്ത്ഡേ മുന്നേ തിരിയാണ്ടിക്കാൻ വേണ്ടിയിട്ട്, സർപ്രൈസ് ആവാൻ വേണ്ടിയിട്ട്.
അപ്പൊ ഇന്ന് അങ്ങനെ മസിൽ പിടിച്ചിരിക്കണ്ട. അപ്പൊ ഇന്നത്തോടെ എല്ലാം കഴിഞ്ഞു ഗായ്സ്. അപ്പൊ ഓക്കെ ബൈ.